ചഹങ്കുരേ തന്നലാനന്ദ തയ്യാറകള ഹങ്കുരേ തന്നലാനന്ദ ചെയ്യ ചഹങ്കുരേ. നമസ്കാരം. ഒരു പൂവിന്റെ സുഗന്ധം കാറ്റ് വീശുന്ന ദിശയിലേക്ക് പരക്കുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശയിലേക്കും സുഗന്ധം പരത്തുന്നു. നന്മകളുടെ സുഗന്ധം പരത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് കൂടുതൽ കളർഫുൾ ആക്കാൻ പോകുന്ന ഗസ്റ്റുകൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? അതായത് ഒരു കലാകാരനും കലാകാരിയുമായ ദമ്പതികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അരുൺ ഗോപൻ ആൻഡ് നിമ്മി അരുൺ. കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. Thank അപ്പോൾ നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ, പിന്നെ ഗോപന്റെ ചൂട് മാത്രമല്ല പാട്ടും നിമ്മിയുടെ നൃത്യങ്ങളൊക്കെ കാണാനുള്ള സമയമാണ്. എല്ലാത്തിനും റെഡി ആയിട്ടിരുന്നു. ഞാൻ എപ്പോ അതെ, അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ ഞാൻ എന്തൊക്കെ എപ്പോഴൊക്കെ ചോദിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ എല്ലാത്തിനും നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. എന്തായാലും തീർച്ചയായും. യെസ്, അപ്പൊ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ചക്കിക്കൊത്ത ചങ്കരനാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് ഈ പ്രേമം തുടങ്ങിയ കാലം മുതൽ അങ്ങനെയാണോ, അതെയോ ഇങ്ങനെ വിവാഹത്തിലേക്ക് എത്തിയപ്പോ അങ്ങനെ ആയതാണോ? അല്ലല്ല, തുടക്കം മുതൽക്ക് അങ്ങനെ തന്നെ അല്ലേ? ഞങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. വേറെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്? എല്ലാരും തന്നെ അറിയാം. ഏകദേശം ഒരേ സ്വഭാവമാണ് ടോം ആൻഡ് ജെറി എന്ന് പറയും, ഇടയ്ക്ക് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയും. സംഭവ ബഹുലമായ ഒരു കല്യാണമായിരുന്നു നിങ്ങളുടെ അല്ലേ? അങ്ങനെ ഭയങ്കര സംഭവം പോലും ഒന്നായിരുന്നില്ല. നിങ്ങൾക്ക് ഭയങ്കര സംഭവമല്ലായിരിക്കും, പക്ഷെ കാർ പഞ്ചർ ആവാ തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സംഭവമാണ്. കാരണം നമ്മളൊരു ഒരു മുഹൂർത്തം തെറ്റാണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോ കാറ് പഞ്ചർ ആവാന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവില്ലേ? പിന്നല്ലേ, ടെൻഷൻ മാത്രല്ല, വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയത്. എന്തായിരുന്നു? ജാട കാണിച്ച് ചെന്ന് ഇവരുടെ നാട്ടിൽ ചെന്ന് ഇറങ്ങണം. ആ ജാടയോട് കൂടി അതിൽ നിന്ന് ഇറങ്ങുക, ആൾക്കാരെ മുന്നിൽ ആ ഒരു നമുക്കൊരു ഇമേജ് ഉണ്ടല്ലോ, അതിലൂടെ ഭയങ്കര അത് കാണിക്കുക, തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാ. അതെ, അത് ദൈവം 8ന്റെ പണി തന്നെ, 16ന്റെ പണി. എന്നിട്ട് ആ സമയത്ത് ഉണ്ടായ ഒരു വൈക്ലഭ്യം എന്തായിരുന്നു? വൈക്ലഭ്യം പിന്നെ അല്ല, എല്ലാവർക്കും അത് നമ്മക്കല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു സാധനം വേണമെന്നുള്ളത്. പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഇവക്കൊന്നും അറിയില്ല, കുക്കുവിനെ അറിയാൻ കൂടി ഇല്ല. തിരിച്ചു പോകുമ്പോൾ സെറ്റായി, പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതൊക്കെ അതായത് ഈ കല്യാണത്തിന്റെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പോലെ കല്യാണങ്ങൾ ഭയങ്കര വലിയ സംഭവമായിട്ട് നടത്താറില്ല. നിങ്ങൾ ആ സമയത്ത് തന്നെ എല്ലാം പ്ലാൻഡ് ആയിരുന്നു. എന്റെ കല്യാണത്തിന് ഇങ്ങനെ വേണം, ഇത് വേണം, അങ്ങനെ ഇറങ്ങണം. കുറച്ച് ഓവർ പ്ലാൻഡ് ആയിരുന്നു. അതാണ് ഞങ്ങള് കല്യാണം സ്വപ്നം കണ്ടിരുന്ന ആളാണോ? ഒരിക്കലുമല്ല, ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല ചോദിച്ചല്ലേ. ഇവിടെ കണ്ട ഒരു നിമിഷത്തിലാണ് കല്യാണം കഴിക്കേണ്ട മറ്റേത് മാറിയത്. എങ്ങനെയാണ് നിങ്ങൾ നിമ്മി പറയൂ, നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ ഒരു സ്ഥലം അല്ലെങ്കിൽ സംഭവം? നമ്മൾ കണ്ടുമുട്ടിയത് ഒരു ന്യൂ ഇയർ ഇവന്റിലായിരുന്നു. അപ്പൊ അന്ന് നൈറ്റ് ഗോപുന് ഷോ ഉണ്ടായിരുന്നു. ഞാൻ ഗോപു അതന്നെ ഗോപുമോൻ. അപ്പം ഗോപുനെ വീട്ടിൽ വിളിക്കുക ഗോപു എന്നാണ്, ഞാനിട്ട പേരല്ല. അപ്പൊ സ്റ്റേജില് ഗോപു പാടാൻ വന്നു. ആ ഷോ ഹോസ്റ്റ് ചെയ്ത് ഞാനായിരുന്നു. അത് എന്റെ കമ്പനി ഹോസ്റ്റ് ചെയ്ത ഇവന്റ് ആയിരുന്നു. അങ്ങനെ ആ ബാക്ക് സ്റ്റേജിലാണ് ആദ്യം കാണുന്നത്. ഹായ് പറഞ്ഞു, പിന്നെ ബായ് പറഞ്ഞു, പിന്നെ ഹലോ പറഞ്ഞു. നമ്പറൊന്നും കൊടുത്തില്ല, ഫേസ്ബുക്ക് ചാറ്റ് ആയിരുന്നു. ആദ്യം FBയിൽ ചാറ്റ് ചെയ്തു. അതിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് അവിടെ ഇവന്റ് കണ്ടിന്യൂസ്ലി ഉള്ളത് കൊണ്ടും അവിടെ തന്നെ ആയിരുന്നു ഞാൻ. ഗോപു പോയി വെയിറ്റ് ചെയ്യായിരുന്നു FBയില്. സലീലില്ലേ, നമ്മുടെ സിംഗർ സലീൽ അവിടെ ഉണ്ടായിരുന്നു. എടാ നിനക്ക് ഇങ്ങനെ ഒരാളറിയോ, ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, നീ എന്റെ ചാറ്റ് നോക്കി നിൽക്കുകയാണല്ലേ, അവിടെ റേഞ്ച് ഇല്ല. എന്നിട്ട് അടുത്ത റിപ്ലൈ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അതിന്റെ ഉള്ളിൽ. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി. ഒരുപാട് നടത്തിച്ചോ അരുണിനെ ഇതുപോലെ ഇഷ്ടമാണെന്ന് പറയാൻ കുറെ സമയം എടുത്തോ? ഇല്ല, അങ്ങനെ പുറകെ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. നമുക്ക് ഒരു കണ്ടപ്പോ തന്നെ ഒരു വൈബ് ഫീൽ ചെയ്തു. നമ്മൾ മീറ്റ് ചെയ്തു, സംസാരിച്ചു. ഈ സംഭവമൊക്കെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമുക്കത് ഭയങ്കര വലുതായിട്ട് തോന്നിയെന്നുള്ളൂ. കാരണം ഓരോ 5 മിനിറ്റ്സും വെയിറ്റ് ചെയ്യല്ലേ, എന്താ പറയുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്താണ് അവസ്ഥ ഇപ്പൊ? അരുൺ എവിടെയും പുറത്ത് പോയാ നിമ്മിയുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കൂ? കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു 3 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു കോള് 101%
വന്നിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം, കവർ സോങ്സ് ചെയ്യാനുള്ള ഭാഗ്യം, പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ചാവുമ്പോ ഈ മാറി നിൽക്കാൻ കൊതിയുണ്ടോ? ഇടയ്ക്ക് നമ്മളിങ്ങനെ പറയും ഒരു 2 ദിവസം അറിയുന്നാലോ ഒന്ന്. അല്ല ഞങ്ങൾ രണ്ടുപേരും ഇന്നേ വരെ സോളോ ട്രിപ്പ് പോയിട്ടില്ല. ഇന്നേ വരെ, അതായത് ഞാൻ ബാച്ചിലർ ആയിരുന്നപ്പോഴും പോയിട്ടില്ല. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുക്കും പോയിട്ടില്ലല്ലോ, ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഒന്ന് ചെക്കനൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ എന്തായാലും ഇപ്പൊ അവനവിടെ നിർത്തിക്കൊണ്ട് മോനുണ്ടല്ലോ, ഇപ്പം 1.5 വയസ്സാവുന്നേ ഉള്ളൂ, 1 വയസ്സ് 4 മാസമായിട്ടുള്ളൂ. അപ്പം അങ്ങനെ മാറിക്കണേ നിങ്ങൾ രണ്ടുപേരും 2 ദിശയിലേക്ക് പോകും. ഇപ്പോഴൊന്നല്ല, അതായത് കുറച്ചുകൂടി ഒരു സോളോ ട്രിപ്പ് ഒക്കെ പോണം. എപ്പോഴും ഇത് പറയുന്ന ആരാണ്? നിമ്മിയാണോ അരുണാണോ? ഇല്ല, എപ്പോഴൊന്നും പറയില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഇടയ്ക്ക് നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഉണ്ടാവില്ലേ ഒരു സോളോ ട്രിപ്പ്. അതെ, ഹിമാലയൻ ട്രിപ്പ് ഉണ്ട്. അതെ അത് ഇടയ്ക്കിടയ്ക്ക്. അതില്ലാത്ത ആണുങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലേ? എവിടെയാണ് നിമ്മിയുടെ എവിടെയാണ് ആഗ്രഹം? എനിക്ക് അങ്ങനെ ഗ്രീസ്, ഞാൻ ഹിമാലയത്തിലേക്കൊന്നുമില്ല. ചെറിയ കാറ്, ചെറിയ സ്ഥലം, വലിയ ആഗ്രഹം. ഈ എപ്പോഴും ഈ ആദ്യ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഭാര്യയെ നോക്കി പാടാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന പാട്ട് ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ പാടിക്കൊടുത്തിട്ടുള്ളത് മറ്റേ വാലിന്മേൽ പൂവും, പിന്നെ ഒരു കള്ളതോട്ടം 1 2 3 4. ഒരു ദിവസം രാത്രി വിളിച്ചിട്ടേ നമ്മള് റൊമാൻറ്റിക് ആയിട്ട് ചാറ്റ് ചെയ്യല്ലോ, അല്ല സംസാരിക്കല്ലോ. എന്താ ആണോ നാളെ രാവിലെ ഓഫീസിൽ പോകണ്ടേ, എങ്ങനെയൊക്കെ പറയാ. അതെ, ഒരു പാട്ട് പാടിത്തരോ? പാടിത്തരാ. ഗോപു ഏതാ വേണ്ടേ? 1 2 3 4 ഒന്ന് പാടിത്തരുമോന്ന്. അങ്ങനെയല്ല, നമ്മള് ഭയങ്കര മൂഡ് ഒന്ന് ഡൗൺ ആകും, ഉഷാറാവും. ഡാൻസ് നമ്പേഴ്സ് അല്ലേ നോർമലി നമ്മള് ഡാൻസേഴ്സ് അങ്ങനെയാണ്. അത് ഇവർക്ക് ഞാൻ രാത്രി 12 മണിക്ക് കടന്നുറങ്ങുമ്പോ എന്നോട് രസമല്ലേ, ഫണ്ണായിട്ട് പറഞ്ഞ അത് ഞാൻ ഇന്നും അതായത് പറയാൻ പറ്റില്ല, ഓരോരുത്തരും ആഗ്രഹം ഓരോ പാട്ട് കേൾക്കാനാണ്. ഒരു പാട്ടുകാരനായ കാമുകനും ഭർത്താവ് എന്ന നിലയിൽ താങ്കൾ ഏത് പാട്ട് പറഞ്ഞാലും പാടി നിർബന്ധിതനാണ്, ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ പാട്ട് പാടരുതായിരുന്നു. എന്നാൽ ആ പാട്ട് നമുക്കൊന്ന് ഇപ്പൊ ഒന്ന് പാടിയല്ലോ. എന്നാ ആദ്യമായിട്ട് പാടിയ മറ്റേ വാലിന്മേ പൂ. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. എന്തിനി വേണം എന്നരുളീണം, തുന്നിൽ നിന്നവിലോ പൂവൻ കനിയോ, തുമ്പപ്പൂച്ചോറോ തൂശനില തൻ തുഞ്ചത്തു വച്ച പഴമുറുക്കോ, തിരുനെല്ലി കാവിലേ തിരുനെല്ലി കാവിലേ ചെറുതെച്ചേ തേൻപഴം വരു കൽ കണ്ട തേന്മാവിൽ വിരുന്നു കൂടാൻ പോകാം. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളി മകളെ, സുഖമോ അമ്മ കിളി തൻ കുശലം തേടും മഴകേ, വരുനാവൂറ് പാടാ നീ ഇനി വരും വിഷുനാളിൽ. ഈ പാട്ട് ആദ്യം കേട്ടപ്പോ എന്തായിരുന്നു ആദ്യമായിട്ട് ഈ പാട്ട് പാടി തന്നപ്പോൾ ഉള്ള ഒരു മനസ്സിന്റെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞൊരു അഭിപ്രായം? ഭയങ്കര സ്നേഹം തോന്നി. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ. അതെ, ഈ പാട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും കൂടുതലുള്ള ഒരു പാട്ടാ. അതായത് ഒരു കവർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ മോനെ പ്രഗ്നന്റ് ആണ്. അപ്പോഴും അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടല്ലേ. ഇത് ചെയ്യണം എന്ന് ആരുടെ തീരുമാനമായിരുന്നു ഈ ഒരു പാട്ട് കവർ ചെയ്യണം? ഗോവിന്റെ തന്നെയാ. അത് ആക്ച്വലി ഇതൊക്കെ ഇപ്പോഴും നമ്മളെ ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം തിരക്കുകൾ വല്ലാതെ കൂടി. ഇപ്പം മോനും കൂടി വന്നപ്പം എൻ്റെ കാര്യം, നമ്മുടെ കുക്കുവിൻ്റെ കാര്യം, നമ്മുടെ ഒരുമിച്ചുള്ള കാര്യം, മോൻ്റെ കാര്യം, വീട് എല്ലാം കൂടി നോക്കുമ്പം അപ്പം ആക്ച്വലി വൈകി പോയതാണ്. പക്ഷെ വൈകി വന്നിട്ട് പക്ഷെ ചെയ്തൊരു സമയം കറക്റ്റ് ആയിരുന്നു. ആര്യന്റെ വിശേഷങ്ങൾ പറയൂ. ആര്യൻ ഇപ്പൊ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അവനിപ്പം 1 വയസ്സും 4 മാസമായി. 1 വയസ്സ് 4 മാസം.
എല്ലാം പറയും. അതെ, ഇപ്പൊ നമ്മൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയാണോ പറയുന്ന ഒക്കെ തിരിച്ചു പറയുന്ന ഒരു ടൈമാണ്. പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് സമയം ഇങ്ങനെ പോകുന്നു. പോയിക്കൊണ്ടിരിക്കും. പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാൻ അല്ലെങ്കിൽ കേൾക്കുമ്പോ അത് അയ്യോ, ശ്രദ്ധിക്കാനൊക്കെ. പിന്നെ ഇന്നലെ പോലും എന്റെ സ്റ്റാർ സിംഗറിലെ ഒരു പാട്ട് വെച്ചപ്പം അപ്പ എന്ന് പറഞ്ഞു. ഞങ്ങള് ഞെട്ടിപ്പോയി, കാരണം എന്റെ ഇപ്പത്തെ കോലമേ അല്ല. അതെ അതെ പിന്നെ എന്റെ വോയിസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും പാടുമ്പം. പാടുമ്പോ. സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു പാട്ടോട്ട് കേട്ടോണ്ടിരിക്കുകയാണ്, അത് ഞാനൊരു ട്രാക്ക് ഇട്ടിട്ട് ഞാൻ പാടിയിട്ടുള്ളവൻ കേട്ട് കഴിഞ്ഞാൽ അപ്പ എന്ന് പറയും. അത് ശരി. പിന്നെ ചെറിയ പാട്ടിലൊന്നല്ല പിടി, നഗുമോന്റെ ഓ ഒക്കെയാണ് പാടുക. ഓ നഗുമോ പാടാൻ പറഞ്ഞ അങ്ങനെ പാടും. അപ്പൊ എന്തായാലും ഒരു പാട്ടുകാരനൊക്കെ ആവാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴേ കാണുന്നുണ്ട്. ഞാൻ ഈ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നിമ്മിക്ക് അതായത് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? അതായത് കുഞ്ഞിങ്ങനെ വരുമ്പോ എനിക്ക് ഇന്ന ഒരു കാര്യം പഠിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആക്കണം, അങ്ങനെയൊക്കെ? ഇല്ല ഇല്ല, ആകെയുള്ള ഒരു ആഗ്രഹം അവൻ അവന്റെ ഇഷ്ടത്തിന് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് വളരട്ടെ. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഒരു നമുക്കും ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരട്ടെ. ആയിരിക്കോ കുറച്ചും കൂടി മോൻ വലുതായി കഴിയുമ്പോ? ഒരിക്കലും അല്ല, അല്ല. അല്ലല്ല, അവന്റെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു അമ്മയാവണം. നല്ലൊരു അമ്മയായിരിക്കും. ഈ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം, അത് ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ്, അതായത് ഈ ഒരു കാമുക ഹൃദയമുള്ള ഈ ഒരു ഭർത്താവ് ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നിമ്മിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? തിരിച്ചിട്ടായിരുന്നു, ഞാനാ കൊടുത്തേ. ആണോ? ഓ, നിമ്മിയായിരുന്നു കൊടുത്തേ. ഞാൻ വിചാരിച്ചു എന്നാ കടക്കട്ടെ. തിരുത്തുന്നില്ല. അതെ ഇങ്ങനെ അല്ല, എന്താ അറിയോ, ആദ്യം മുതൽക്കൊക്കെ ഞാനാണ് കൊടുക്കല്. അപ്പൊ കഴിഞ്ഞ ആക്ച്വലി വാലന്റൈൻസ് ഡേ ആയിരുന്നില്ല, അതിന് തൊട്ട് മുന്നേ ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നു. പോയതാണ്. അതെ, വാലന്റൈൻസ് ഡേ നമുക്ക് ആദ്യം അതൊന്ന് കാണാം, എന്നിട്ട് നിങ്ങൾ വിശേഷം പറ. എന്നെ മുന്നേ എനിക്ക് മുന്നേ തന്നു പറ്റിച്ചാട്ടോ. ഇത് പൊളിയായിരുന്നു. നിമ്മി അരുൺ, ഉമ്മ ഹാപ്പി വാലന്റൈൻസ് ഡേ അഡ്വാൻസ് ആയിട്ടാണ് നിങ്ങൾ കൊടുത്തതല്ലേ? അതെ അതെ, ഞാൻ ഗിഫ്റ്റ് ചെയ്ത ആ ഫോണിൽ നിന്നുള്ള ഫസ്റ്റ് ഫോണും ഗിഫ്റ്റ് ആണ്, അതിന്റെ കൂടെ ഈ ഗിഫ്റ്റും കൂടി കൊടുത്തു. അല്ല, ആകെ കൺഫ്യൂഷൻ ബുക്കും എനിക്ക് ആ ഫോൺ വാങ്ങിച്ചു. ഐഫോൺ ഞാൻ ഗിഫ്റ്റ് ചെയ്തു സർപ്രൈസ് ആയിട്ട്. അപ്പം ഇതിലപ്പുറം എന്തൊരു ഗിഫ്റ്റ് ആണ് ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഇപ്പൊ ശരിയായി, ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി, എല്ലാം കുട്ടിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ കൺഫ്യൂഷൻ, അതായത് ഈ കൺഫ്യൂഷനൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു ഇതാണ്. പക്ഷെ എന്റെ വലിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണിന്റെ മറയില്ലാതെ ഈ ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയോ? ഇങ്ങനെയെന്ന് വേണ്ട, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ചോദിക്കേണ്ട കാര്യമില്ല, അതിന്റെ ധൈര്യം മാത്രമേ ഉള്ളൂ എന്തിനും ഏതിനും. നമുക്ക് എന്തായാലും ഇത്രയും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂഡിലിരിക്കുന്നുണ്ട്, സ്നേഹത്തോടെ ഒരു പാട്ടും കൂടി ഒന്ന് പാടി കൊടുത്താലോ നിമ്മിക്ക്? പിന്നെന്താ? നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം, നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. അപ്പൊ ഇനി നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അയ്യോ, അതായത് നിങ്ങൾ രണ്ടുപേരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുസൃതിയും കുറുമ്പൊക്കെ നിറഞ്ഞ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ഗെയിം കളിച്ചാലും കുറച്ചും കൂടി ഒരു എനർജി കിട്ടും എന്തായാലും. അതെ, അപ്പോൾ ഈ എന്താ പറയാ, നല്ല കളർഫുൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് നല്ലൊരു ഗെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊല്ലരുത്, കൊല്ലില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പണിപാളി എന്നുള്ള സെഗ്മെന്റ്, അതായത് പടപട പണിപാൾ എന്നൊരു സെഗ്മെന്റ് ആണിത്. ബലൂൺസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ എന്താ പ്രത്യേകിച്ച്, നിങ്ങൾ പല കളേഴ്സിലുള്ള ബലൂൺ കാണുന്നു, ഇഷ്ടമുള്ള ഒരു കളർ എടുത്തോളൂ. യെസ്, റെഡ്, വൈറ്റ്,
റെഡ് വൈറ്റ്. ഓക്കെ, അപ്പൊ യെല്ലോ എന്റെ ബലൂൺ. ഓക്കെ അപ്പൊ എന്റെ ബലൂൺ നിങ്ങൾ ചവിട്ടി പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ യെല്ലോ തൊടാൻ പാടില്ല. യെല്ലോ തൊടാൻ പാടില്ല. വൈറ്റ് എന്ന ബലൂൺ മാത്രമേ നിമ്മി ചവിട്ടി പൊട്ടിക്കാൻ പാടുള്ളൂ. ഓക്കെ റെഡ് എന്ന ബലൂൺ മാത്രമേ അരുൺ ചവിട്ടി പൊട്ടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ ഉള്ളിൽ കയറി നിൽക്കുക. എന്നിട്ട് ഒരു കാല്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ അരുൺ റെഡ് ബലൂണിൽ ഇങ്ങനെ കാല് വെച്ചു. ഒരു കാല് വെച്ചപ്പോ ഈ കാല് പൊക്കണം, ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അടുത്ത കാല് വെക്കേണ്ടത് റെഡിൽ തന്നെ ആയിരിക്കണം, യെല്ലോയിൽ വെക്കരുത്, അല്ലെങ്കിൽ വൈറ്റിൽ വെക്കരുത്. കേട്ടോ? രണ്ട് കാല് ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ മൈനസ് മാർക്ക് ആയിരിക്കും. ഓക്കെ അതുപോലെ മറ്റൊരാളുടെ കളർ ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാലും ശരിക്കും നോക്കിക്കോണം. നിങ്ങൾക്ക് നേരത്തെ അറിയാന്നുള്ള പാർഷ്യാലിറ്റി ഒന്നും കാണിക്കില്ല. ഇല്ല, എനിക്ക് അറിയേയില്ല. കാരണം എന്റെ ബലൂൺ പൊട്ടിക്കാൻ പാടില്ല, അത് സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ശ്വാസികയുടെ ഓരോ ബലൂൺ പൊട്ടുമ്പോഴും ശ്വാസികയ്ക്ക് -പോയിന്റ്. അയ്യോ, എന്റെ ഓരോ ബലൂൺ പൊട്ടിയാൽ നിങ്ങളുടെയാണ് -പോയിന്റ് ഞാൻ ആക്കാൻ പോകുന്നത്. മനസ്സിലായി മാഡം. അപ്പൊ ഇതിന്റെ ഒരു മ്യൂസിക് വരും. ആ മ്യൂസിക്കിന്റെ താളത്തിനനുസരിച്ച് ചടപടാ പടപടാന്ന് ഗെയിം. തുടങ്ങാം. അപ്പൊ കേറിക്കോളൂ പതുക്കെ. ആദ്യം ഒന്ന് കേറി നിൽക്കൂ. പാട്ടിടണ്ടേ? മ്യൂസിക് റെഡി, 1 2 3 മ്യൂസിക്. കാല് രണ്ട് കാല് ചവിട്ടരുത്. അയ്യോ അയ്യോ അയ്യോ, രണ്ട് കാല് മൈനസ് ആയി. അരുൺ രണ്ട് കാല് ചവിട്ടി. അയ്യോ അയ്യോ എന്താ കാണിക്കുന്നത്? ഇനി അങ്ങോട്ട് പോണോ? ഗോപു എന്താ കാണിക്കുന്നത്? ഓടിയിരുന്ന് പൊട്ടിക്കും. ഗോപുന് ഭയങ്കര ആവേശമായി ആവേശം. സൂപ്പർ, കഴിഞ്ഞു. ഇവിടെ എന്താ ഉണ്ടായേ? ഇന്ന് വിഷു ആണോ? പോയിന്റ് പറയൂ. അതായത് പടപട പണി പാളു ഒന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം കേറുന്നതും കണ്ടു, പിന്നെ ഇത് തകരുന്നത് ഞാൻ കണ്ടു. അതെ, ഇതിനുള്ളിൽ പൊട്ടിച്ചേ നോക്കുള്ളേ. ഇതിനുള്ളിൽ പൊട്ടിച്ചതാണ് മാക്സിമം നോക്കുക. പുറത്തേക്ക് ഇട്ടത് ഞാനല്ല. ആരട്ടത്? എന്റെ മഞ്ഞ ആരെങ്കിലും പൊട്ടിച്ചോ? ഇല്ല, എന്റെ മഞ്ഞ ആരും പൊട്ടിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ എന്റെ കണക്കെടുപ്പിൽ വെള്ളയാണ് കൂടുതൽ പുറത്ത് കാണുന്നത്. അതായത് വെള്ളയുടെ എണ്ണം പൊട്ടിച്ചത് കുറവാണ്, റെഡിന്റെ എണ്ണം പൊട്ടിച്ചതാണ് കൂടുതൽ. ഈ ഗോപു ചാടിയപ്പോ എല്ലാ വെള്ളയും പുറത്ത് ചാടി പോയതാ. വീട്ടിലേക്ക് വേണേ കാണിച്ചുതരാം. അപ്പോ എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് ഗോപു രണ്ട് കാല് കുത്തി. പക്ഷെ ബലൂൺസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ റെഡ് ആണ് കൂടുതൽ ഇവിടെ പൊട്ടി തകർന്നിരിക്കുന്നത്. ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഈ ഗെയിമിൽ, അതായത് പടപട പണി പാളി എന്ന് പറഞ്ഞ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അരുൺ ഗോപൻ, തോറ്റിരിക്കുന്നത് നിമ്മി അരുൺ. രണ്ടിലും അരുണുണ്ട്. അതെ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനമാണ് ഞാൻ അരുണിന് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു പണിഷ്മെന്റ്. ഓഹോ, ശരി. അതായത് ഇത് ഇവിടെ നിൽക്കുന്ന സമയത്തിന് നമ്മൾ വേറൊരു കിരീടം ധരിപ്പിക്കാന്ന് പറയുന്ന പോലെ അല്ല. കുട്ടി ഈ വിജയിച്ച ആൾക്ക് അങ്ങനെ വിജയിച്ച ആൾ ഇതിപ്പോ ഞാനാണോ? అంటే సుందరానికి ఇంకా అంతేనా? మూడు ముళ్ళ ముచ్చటింక డౌటేనా? లైఫ్ లాంగ్ బ్రహ్మచారి వంటేనా? పాపం పెళ్లి సిగ్నల్ అందుకోదా అంతేనా? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതെ, ഒരു ഞാൻ വെറുതെ പറയുന്നില്ല, ആ ചിരി കാണാൻ എന്ത് ചിരി. സെൽഫി എടുത്തിട്ട് ഓർമ്മക്കായി. ഓർമ്മക്കായ? അതെന്ത് കായ? చెంగు చాటు చెగువేరా. ഇനി കാതുകൾ കൂർപ്പിച്ചു വെച്ച് കേൾക്കുക എന്ന പണിഷ്മെന്റ് എന്താണ്? അതായത് നമ്മുടെ ഈ ബലൂൺ ഗെയിമിൽ, ചിത്രത്തില് ലാലേട്ടൻ പറഞ്ഞവരെ ബലൂൺ ഗെയിമിൽ തോറ്റ് തുപ്പിയിട്ടോ ബലൂൺ തോറ്റ് തൊപ്പിയിട്ട് ഈ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പല രീതിയിലുള്ള മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അവരുടെ പല ഭാവങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമുക്ക് വേറെ പണികളുള്ളതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. അപ്പോൾ നിമ്മിയുടെ മനസ്സിൽ ആ മൃഗങ്ങളുടെ മുഖം അല്ലെങ്കിൽ അതിന്റെ ശരീരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്ന എക്സ്പ്രഷൻസ് ഇവിടെ കാണിച്ചാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഓന്തിന്റെ ചിരി. നിമ്മിക്ക് ഇഷ്ടമുള്ള പോലെ. നമ്മൾ ആരും ഓന്തിന്റെ ചിരി കണ്ടിട്ടില്ല. ചിരിച്ചാ മതി. അയ്യോ, ചെയ്യൊരു കാര്യം പറയട്ടെ. അപ്പൊ ആദ്യം തന്നെ ഓന്തിന്റെ ചിരി എങ്ങനെയായിരിക്കും? ഓന്തിന് വിശക്കുമ്പോൾ അങ്ങനെയാ ചിരിക്കുക. നിമ്മിയുടെ ഓന്താണ്. ഇനി
ഇനി കുരങ്ങിന്റെ പരിഹാസം. കുരങ്ങന്റെ പരിഹാസം. പുച്ഛം. ഒരു ലോഡ് പുച്ഛം. ഭരതനാട്യം കളിക്കാനല്ല പറഞ്ഞ ശരി. ലാസ്റ്റ് കണ്ടത് ശരി. ഓക്കെ. കോഴിയുടെ പ്രസവ വേദന. എനിക്ക് ഒരു പ്രസവം കഴിഞ്ഞ എന്റെ ഓർമ്മ പോയിട്ടില്ല. അല്ലല്ല, ഞാൻ ഡബ് ചെയ്യാം, നീ കാണിച്ചാ ഗോപു ഡബ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇനി എക്സ്പ്രഷൻ മാത്രം റെഡി 1 2 3. താറാവായിരുന്നു കോഴിയായിരുന്നു? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒരു ടാസ്കും കൂടി ഉണ്ട്. Okay. അതും കൂടി കാണിച്ചിട്ട് പോയാ മതി. പട്ടിയുടെ ദേഷ്യം. പട്ടിയുടെ ദേഷ്യം. ദേഷ്യം പിടിച്ചാ തലയിട്ടാട്ട്. തലയിട്ട് ഇങ്ങനെ ആട്ട്. അരുൺ ഇത് ആഗ്രഹമുണ്ടോ? ഞാൻ ചുമ്മാ. അല്ല നേരത്തെ അല്ല എന്നെക്കാളും നന്നായി ചെയ്യുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അല്ലല്ല, ഞാൻ ജയിച്ചാളാ. ഇനി പണിഷ്മെന്റ് ആയിരുന്നു. അല്ല പണിഷ്മെന്റ് അല്ല, ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഓന്തിന്റെ ചിരി മാത്രം. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Salato, Kottakkal.